Hello, welcome back. It's a time to upgrade the brand new iPhone 16 Pro. Yes, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് iPhone 16 Proന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. സോ ലെറ്റ്സ് റോൾ ഇറ്റ്. അങ്ങനെ നമ്മളിതാ iPhone 16 Pro അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. യെസ്, ദിസ് ഈസ് അവർ iPhone 16 Pro. ഡെസേർട്ട് ടൈറ്റാനിയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. പ്രോയിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് 4 കളേഴ്സേ ഉള്ളൂ. ഒന്ന് ബ്ലാക്ക് ആണ് വരുന്നത്, പിന്നെ വൈറ്റ്, പിന്നെ അതുപോലെ തന്നെ നാച്ചുറൽ, അതുപോലെ തന്നെ ഈ ഡെസേർട്ട്. അങ്ങനെ 4 കളേഴ്സേ നമുക്കിപ്പോൾ iPhone 16 Proയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ആസ് യൂഷ്വൽ കേബിള് കാര്യങ്ങൾ, അതുപോലെ തന്നെ സിം ഇജക്ടർ പിന്ന്, ഇത് രണ്ടുമാണ് വന്നിരിക്കുന്നത്. അഡീഷണലായിട്ട് അഡാപ്റ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ സെയിം തന്നെ യൂസ് ചെയ്താൽ മതി 20 വാട്ടിൻ്റെ. അതല്ലെങ്കിൽ നമ്മൾ അഡീഷണലായിട്ട് വാങ്ങേണ്ടി വരും. 16 Proയിലേക്ക് വന്നപ്പോൾ മേജറായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻ സൈസ് തന്നെയാണ്. 6.3 ഇഞ്ച് ആയിട്ടുണ്ട്. യൂഷ്വലി ഉണ്ടാവാറ് എന്ന് പറഞ്ഞാൽ പ്രോ സീരീസ്, അതായത് 15 Proയ്ക്കും ഒക്കെ വരാറുള്ളത് 6.1 ഇഞ്ചാണ്. അപ്പോൾ ഒരു 0.2 ഇഞ്ച് കൂടിയിട്ടുണ്ട്. അത് നല്ലൊരു ഡിഫറൻസ് ആണോ എന്ന് ചോദിച്ചാൽ യെസ്, ഡെഫിനറ്റ്ലി അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ നോൺ പ്രോ മോഡൽസോ അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ 15 Pro ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു 0.2 ഇഞ്ചിൻ്റെ ഡിഫറൻസ് നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻഹാൻഡ് ഫീൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ഒക്കെ തന്നെയാണ് 15 Pro ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ഒക്കെ തന്നെയാണ്. എനിക്ക് ഒരു ഡിഫറൻസ് തോന്നി എന്താണെന്ന് വെച്ചാൽ ഫിസിക്കലി നമ്മൾ കുറച്ചും കൂടി ഒരു ഗ്ലോസി ഫിനിഷ് ആയി വന്നിട്ടുണ്ട്. 16 Pro ഒക്കെ വന്നപ്പോൾ കുറച്ചും കൂടി ഒരു ഗ്ലോസി ടൈപ്പാണ്. ഇപ്പോൾ 15 Pro നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു മാറ്റ് ടൈപ്പിലേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു ഗ്ലോസി ടൈപ്പാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ സെറാമിക് ഷീൽഡ് അവൈലബിൾ ആണ്, അതായത് ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ. സെറാമിക് ഷീൽഡിൻ്റെ 2x പ്രൊട്ടക്ഷൻ ആണ് ചെയ്തിരിക്കുന്നതെന്നാണ് ആപ്പിൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്ക്രാച്ച് പ്രൊട്ടക്ടർ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലൊരു കേസ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ സ്ക്രീൻ പ്രൊട്ടക്ടറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക ഫസ്റ്റ് തന്നെ. പിന്നെ അതുപോലെ തന്നെ 16 മോഡൽസിലൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് 1 nits വരെ റിഡ്യൂസ് ചെയ്യാന്നുള്ളൊരു അത് നല്ലൊരു ഫീച്ചറും കൂടിയാണ്. ആ ഒരു 16 എല്ലാ മോഡൽസിലും ആ ഒരു ഫീച്ചർ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റിയും കൂടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലായത്. 15 Pro ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലായത്. പിന്നെ അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊസസ്സർ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. A18 ബയോണിക് ചിപ്പ്, A18 Proൻ്റെ ബയോണിക് ചിപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഫീച്ചറും കൂടിയാണ് ഈ ഒരു ആക്ഷൻ ബട്ടൺ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും, സൈലൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാനും പറ്റുന്ന ഒരു ബട്ടണും കൂടിയാണ് ഈ ഒരു ആക്ഷൻ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ജനറേഷനിൽ വന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു ഫീച്ചറാണ് ക്യാമറ കൺട്രോൾ യൂണിറ്റ് വന്നിരിക്കുന്നത്. ആ ഒരു ക്യാമറ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറേൻ്റെ എൻറ്റയർ കൺട്രോളിങ് നമുക്ക് ഈ ഒരു കൺട്രോൾ ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഫീച്ചർ അപ്ഡേറ്റഡ് ആയിട്ട് വന്നത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓഡിയോ മിക്സ് എന്ന് പറയുന്നത്, അതായത് എഡിറ്റിങ്ങിൽ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഡീഫോൾട്ട് ആയിട്ട് തന്നെ ഓഡിയോ മിക്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചറും കൂടി ഈ ഒരു iPhone 16 Pro സീരീസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് ഈ വ്ളോഗിങ് പർപ്പസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. കാരണം നമ്മളൊക്കെ മൈക്കും കാര്യങ്ങളൊക്കെ നോയ്സ് ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെയിം ഇഫക്റ്റ് തന്നെ നമുക്ക് ഇതിലും കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഒന്നെങ്കിൽ ബിഫോർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് വൺസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് എഡിറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ക്യാമറ യൂണിറ്റ് നോക്കുകയാണെങ്കിലും പുതിയ ടെക്നോളജി, അതായത് ഇമേജ് പ്രോസസ്സിംഗ് ടെക്നോളജി കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇപ്പോഴത്തെ 16 Proയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു ഇത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ. സോ ബൈ.